ഇടിപൊടി എന്നൊക്കെ വിളിയൊക്കെ എന്നോട് ദേഷ്യം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമല്ലോ. ഇടിപൊടി മറ്റവളെ മറിച്ചോളെ എന്നൊക്കെ വിളി തുടങ്ങി. അപ്പോൾ ഞാൻ ശ്രീകണ്ഠ സാറിനെ വൈഫിനെ വിളിച്ചു പറഞ്ഞു. ശ്രീകണ്ഠ സാറിനെ വിളിച്ചു പറഞ്ഞു. ശ്രീകണ്ഠ സാർ വന്നു വാൺ ചെയ്തു. പുള്ളി എടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുത്. കാരണം അതിനുശേഷം ഈ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ ഇഷ്ടമെന്ന് വെച്ചാൽ എന്നോട് ദേഷ്യമായല്ലോ. അതിനുശേഷം എന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനെൻ്റെ കരം കണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത്. അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആ കാര്യം. ബീച്ചേട്ടൻ എന്നിട്ട് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബീച്ചേട്ടൻ പുള്ളിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ എന്തിനാ ഇങ്ങനെ പുള്ളിക്കാരെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കാൻ, ഞങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല. പുള്ളി എന്താണ് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിഷ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഉപ്പും മുളകും ഫ്ലവേഴ്സിൽ ഏറ്റവും റേറ്റിംഗിൽ ഒന്നാമതായിട്ട് ഇന്നൊരു പ്രോഗ്രാമാണ് ഉപ്പും മുളകും. ഉപ്പും മുളകും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള ആരും തന്നെ ഇല്ല. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉപ്പും മുളകും ഇഷ്ടമായിരുന്നു. ഫ്ലവേഴ്സിലെ റേറ്റിംഗിൽ ഒന്നാമതെന്നൊരു പ്രോഗ്രാം തന്നെയാണ് ഉപ്പും മുളകും. അപ്പം അതുപോലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉപ്പുമുളകിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ട് ഇന്ന് വരെ ഈ നിമിഷം വരെ ഉപ്പുമുളകിൽ ഇപ്പോഴും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനു മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് നിഷ, അതിലെ മെയിൻ ക്യാരക്ടർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നിഷ സരംഗ്, അതിൽ ഉപ്പുമുളകിലെയും അവരുടെ ക്യാരക്ടറിന്റെ പേര് നീലു. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഡയറക്ടറുമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം ഡയറക്ടർ മോശമായിട്ട് പെരുമാറുന്നെന്നും ലൊക്കേഷനിലൊക്കെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഇന്റർവ്യൂലൊക്കെ വന്ന് അവർ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. അവിടെ നടന്നിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും പ്രോബ്ലംസ് ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പം പുതിയ വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ബാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജു സോപാനവും ശ്രീകുമാറുമായിട്ടുള്ള ഇടയ്ക്ക് വെച്ച് ശ്രീകുമാർ കുറച്ച് ദിവസമായിട്ട് കുറെ മാസങ്ങൾ ആ പ്രോഗ്രാമിൽ ഇല്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ശ്രീകുമാർ ആ പ്രോഗ്രാമിൽ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകുമാർ കുട്ടിമാമ എന്ന ഒരു ക്യാരക്ടറാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. പുള്ളി ആ ഒരു ക്യാരക്ടറിലാണ് പുള്ളി പോകുന്നത്. അപ്പം കുറെ മാസങ്ങളായിട്ട് പിന്നെ ശ്രീകുമാറിന്റെ ഉപ്പുമുളകിലും കാണത്തില്ലായിരുന്നു. അതും എന്തോ ഒരു പ്രശ്നം കൊണ്ട് മാറി നിന്നെയാണ്. പിന്നെ ഉപ്പുമുളകിലോട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഒരു വിവാദ പ്രശ്നം ഉണ്ടാവുന്നു. ശ്രീകുമാറും ബാലുവും ചേർന്നിട്ട് അതിലെ ആക്ട്രസ്, അതിൽ മെയിൻ ക്യാരക്ടറായിട്ട് നിൽക്കുന്ന ഒരു ആക്ട്രസ്, പേര് പറയുന്നില്ല കാരണം നിയമം അതിനെ അനുവദിക്കാത്തതുകൊണ്ട് പേര് പറയുന്നില്ല. എങ്കിൽ തന്നെ ഒട്ടുമിക്കുന്നല്ല എല്ലാവർക്കും ഇപ്പം ആ പരാതി കൊടുത്ത ആളുടെ പേര് ഇപ്പം എല്ലാവർക്കും അറിയാം. ആരാ പരാതി കൊടുത്തതെന്നും അറിയാം. എങ്കിൽ നമ്മളൊരു പബ്ലിക്കിൽ വന്നിട്ട് അങ്ങനെ പരാതിക്കാരിയുടെ പേര് പറയുന്നത് ശരിയല്ല, ഫോട്ടോ കാണിക്കുന്നത് ശരിയല്ല. അങ്ങനെയൊക്കെ ഒരുപാട് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ ബിജു സോപാനത്തിനെതിരെയും ശ്രീകുമാറിനെതിരെയും ഒരു പരാതി കൊടുത്തിരുന്നു. ഇപ്പം ലൈംഗിക പരമായിട്ട് നോക്കിയെന്നും അതുപോലെ വീഡിയോ എടുത്തെന്നൊക്കെ ഉള്ള വീഡിയോ ക്ലിപ്പ് ഫോണിൽ എടുത്തെന്നൊക്കെ ഉള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റിയിട്ടുള്ള മെയിൻ വിധി വന്നിട്ടില്ല. ഇപ്പോഴും അതിനെപ്പറ്റിയിട്ട് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ഈ പ്രോഗ്രാമിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാണ്. കാരണം പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ ഒരു പരാതി ഒരു കുറ്റക്കാരാണോ കുറ്റക്കാരല്ലേ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇനി ആ പ്രോഗ്രാമിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുവരെ ചാനലിൽ നിന്ന് ചാനലായിട്ട് അവരെ മാറ്റി നിർത്തിയേക്കുവാണ്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് 2 മാസത്തിന് മുന്നെയാണ്. 2 മാസം കഴിഞ്ഞ് ഏകദേശം 2 മാസം 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം ഈ 2 മാസത്തിന്റെ ഗ്യാപ്പിനിടയ്ക്ക് ഇവരാരും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലോ അതുപോലെ മറ്റുള്ള ഇന്റർവ്യൂസിനോ കാര്യങ്ങളിലോ ഒന്നിലും വന്ന് ഇതുപോലുള്ള സംഭവിച്ചത് എന്ന ഈ പരാതിക്കാരി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്താണെന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പം ഈ ബിജു സോപാനവും അതുപോലെ ശ്രീകുമാറും സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാറിന്റെ വൈഫാണ്. മണ്ടൂതിരി എന്ന് പറഞ്ഞ മറിമായത്തിലൊക്കെ അഭിനയിക്കുന്ന മണ്ടൂതിരി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറൊക്കെ അഭിനയിക്കുന്ന അവരാണ് സ്നേഹ. അപ്പം അവരും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും 2 ചാനലിലാണ് ഇന്റർവ്യൂ കൊടുത്തത്. എന്തുകൊണ്ട് ഇതൊക്കെ അന്ന് ഈ ആരോപണം നടക്കുന്ന സമയത്ത് വന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഇവര് കുറെ ഇന്റർവ്യൂല് പറയുന്നുണ്ട്. ഇവര് 2 പേരുടെയും ഇന്റർവ്യൂല് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഈ ഒരു പരാതി വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുറന്നു പറയാതിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനും സാഹചര്യവും അതുപോലെ നിയമം അനുവദിക്കാത്തതാണ് അങ്ങനെ വന്ന് പറയാതിരുന്നതാണ്. ഇവർ 2 പേരും 2 ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ, ഒരു ചാനലിന് സ്നേഹയും ശ്രീകുമാറും നൽകിയ ഇന്റർവ്യൂവിലും അതുപോലെ വേറൊരു ചാനലിൽ ബിജു സോപാനൻ കൊടുത്ത ഇന്റർവ്യൂവിലും
രണ്ടുപേരും ഒരേ കാരണങ്ങൾ തന്നെയാണ് പറയുന്നത്. ബിജു സോവാന ആ ഇന്റർവ്യൂവിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ അടിച്ചു താക്കാൻ, പുള്ളിയുടെ ആ ഗ്രോത്ത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പുള്ളിയെ തകർക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു ഗൂഢാലോചനയുടെ പരമായിട്ടുള്ളൊരു പരാതിയാണ് ഇതെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഉണ്ണികൃഷ്ണൻ ആയിട്ട് പുള്ളി നല്ല ക്ലോസ് ആണ്. ഉണ്ണികൃഷ്ണനാണ് ഈ ബിജു സോവാനത്തിന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നത്. സ്റ്റാർട്ടിങ് 1ാമത്തെ എപ്പിസോഡ് തൊട്ടേ ഈ ബിജു സോവാനം ഉണ്ട്. അപ്പം ആ ഒരു ഫ്രീഡം വെച്ചിട്ടും ആ ഒരു പരിചയം വെച്ചിട്ടും ഈ ബിജു സോവാനം സ്ക്രിപ്റ്റിലും കാര്യങ്ങളിലൊക്കെ കൈകടത്താറുണ്ട്. ചിലതൊക്കെ പുള്ളിയുടെ കയ്യിൽ നിന്നിട്ടൊക്കെ അതിൽ എടുക്കാറുണ്ട്. അതുപോലെ ചില ഇപ്പം കുട്ടമ്പിള്ളയും അതുപോലുള്ള ക്യാരക്ടറൊക്കെ വരുന്ന സമയത്ത് പുള്ളിയുടെ റിയൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി അതിൽ ചേർക്കാറുണ്ടെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ആ ലൊക്കേഷനിൽ തന്നെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വളർന്നു വരുന്നതും ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള ആ ഒരു ബന്ധവും ഇതൊക്കെ മറ്റുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഈഗോ പ്രശ്നം ഉണ്ടാവുന്നു. അപ്പം ഈഗോ പ്രശ്നം കാരണം പുള്ളിയെ തകർക്കാൻ ശ്രമിക്കുന്ന ബിജു സോവാനം പറയുന്നുണ്ട്, ലൊക്കേഷനിൽ ഒരുപാട് തവണ സംസാരവും അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരമൊക്കെ ഉണ്ടാവുന്നുണ്ട്. പുള്ളിയെ ഇതുപോലെ പണി തരും എന്നൊക്കെ പറഞ്ഞ് ലൊക്കേഷനിലെ സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പം പുള്ളിയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത് മനഃപൂർവ്വം കരുതിക്കൂട്ടി കെട്ടിച്ചമച്ചൊരു കള്ളക്കഥയും, അതുപോലെ ഈ ഒരു പരാതി സ്ട്രോങ് ആവണമെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ഒരു മെയിൻ ആക്ട്രസിനെ വെച്ച് ആ ഒരു പരാതി സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെയ്തൊരു കളിയാണെന്നും പറയുന്നുണ്ട്. പുള്ളി ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഫിലിം ഇൻഡസ്ട്രിയിലും അതുപോലെ സീരിയൽ ഇൻഡസ്ട്രിയിലൊക്കെ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പം ഒരാളെ തകർക്കണമെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒരാൾ കയറി വരും, പെട്ടെന്ന് ഒരാൾ ഹിറ്റായിട്ട് ഇതുപോലെ ഗ്രോ ചെയ്ത് മേലോട്ട് കയറി വരുമ്പോഴത്തേക്ക് അയാളെ തകർക്കാൻ പല ആൾക്കാരും കാണും. ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ അയാളെ തകർക്കാൻ ഒരുപാട് പേര് കാണും. അപ്പൊ പെട്ടെന്ന് തകർക്കണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ പീഡന കേസോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള അക്രമം അങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു പരാതി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാളെ തകർക്കാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പം സ്ത്രീക്കെതിരെയുള്ള എന്ത് അതിക്രമം ആയിക്കോട്ടെ അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേസായിട്ട് തന്നെ അവിടെ കിടക്കും. അപ്പം ഈ പെട്ടെന്ന് കയറി വരുന്ന ഒരാൾക്കെതിരെ ഒരു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോയാലും ആ ഒരു പരാതി കുറ്റക്കാരനാണോ എന്ന് തെളിയിക്കണമെങ്കിൽ തന്നെ എങ്ങനെ ചിലപ്പോൾ 1 വർഷം എടുക്കും, 2 വർഷം എടുക്കും, ചിലപ്പോൾ ഒരു 5 വർഷം എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുത്തുനിന്നിരിക്കും. അപ്പോഴേക്കും ആ പുള്ളിയുടെ അവിടെ നിന്നുള്ള ഇപ്പം ആ കഷ്ടപ്പെട്ട് കയറി വന്ന പുള്ളിയുടെ ആ ഒരു ഗ്രോത്ത് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പുള്ളി ആ ഒരു ഫീൽഡിൽ നിന്ന് മാറ്റി നിർത്തപ്പം അത് കുറ്റക്കാരനല്ലയോ ആണോ എന്ന് തെളിയുന്നത് വരെ എന്തായാലും പുള്ളിയെ പിന്നെ ആ ഒരു പ്രോഗ്രാമിലോ ആ ഒരു സിനിമയിലോ പിന്നെ വരുന്ന സിനിമകളിലോ ആരും അഭിനയിപ്പിക്കത്തില്ല. അപ്പം ഇതൊക്കെ കേസൊക്കെ കഴിഞ്ഞ് എല്ലാം വരുമ്പോഴത്തേക്കും പുള്ളിയുടെ കാലം കഴിയും. അപ്പം പിന്നെ പുതുതായിട്ടുള്ള ആർട്ടിസ്റ്റുകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറി വരും. പിന്നെ പുള്ളി ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെയാണ് ഒരുപാട് ഇപ്പം മലയാള സിനിമയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ആക്ട്രസ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, പഴയ ഒരുപാട് നല്ല ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ അവരാരും പൊടി പോലും കാണാനില്ല. കാര്യം എന്താണ്? ഇതേപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പേര് ലൈഫുകൾ നശിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവര് തിളങ്ങി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ഗ്രോത്തിൽ കയറി വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ത്രീപീഡന കേസും കാര്യങ്ങളും കൊണ്ടിട്ട് അവരെ തകർക്കുന്നത്. ആ ഇന്റർവ്യൂവിൽ ബിജു സോവാനം പറയുന്നുണ്ട്, ഞാൻ 10-22 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ കുറെ കഷ്ടപ്പെട്ടാണ് ഞാൻ കയറി വന്നത്, നാടകങ്ങളിൽ നിന്നും അതിൽ നിന്നൊക്കെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നെ തകർക്കാൻ നോക്കിയാൽ നടക്കത്തില്ല, ഞാൻ ഇനിയും ശക്തിയോടെ കയറി വരും എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയും വർഷക്കാല അളവിൽ എനിക്ക് ഇങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ ഒരുപാട് ലേഡീസിന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, സ്ത്രീകളുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അന്നൊന്നും എനിക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് പുള്ളി പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് കയറി വരുന്ന, ശരിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട് ഇത്രയും ഇതിലൊക്കെ എത്തുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്ന് കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരെ ആ ഒരു ലൈഫ് ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് കയറി വരുമ്പോഴത്തേക്ക് അവരെ ആ ഒരു കരിയർ അവിടെ കൊണ്ടുവച്ച് തകർക്കുമെന്ന് തോന്നില്ല. അതും ഇത്രയും ഒരു റേറ്റിംഗിൽ ഒന്നാമത് നിൽക്കുന്ന, ഫ്ലവേഴ്സിൽ റേറ്റിംഗിലൊക്കെ ഒന്നാമത് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിലൂടെയാണ് ഈ ബിജു സോവാനത്തിനെയും ഉപ്പുമുളകിലൂടെയാണ് ഈ ബിജു സോവാനത്തിലായാലും അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുന്ന ഓരോ ആക്ടേഴ്സിനെയും അറിയപ്പെട്ടു തുടങ്ങിയത് ആ ഒരു പരിപാടിയിലൂടെയാണ്. അത്രയ്ക്കും പ്രേക്ഷകർ ഏറ്റെടുത്തൊരു പരിപാടിയാണ്. എവിടെ പോയാലും എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ബിജു സോവാൻ എന്നുള്ള പേരിലല്ല പുള്ളി അറിയപ്പെടുന്നത്. അതില് ബാലു എന്ന് പറഞ്ഞൊരു ബാലചന്ദ്ര മേനോൻ ബാലു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലാണ് പുള്ളി അറിയപ്പെടുന്നത്. അത് പുറത്തു പോയാലും ഇപ്പം ഉപ്പുമുളകിന്റെയും ലൊക്കേഷനിൽ പുറത്തു വന്നാൽ തന്നെ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അവരെല്ലാരെയും ഒരു ഫാമിലി ആയിട്ടാണ് അറിയപ്പെടുന്നത്.
അപ്പം അത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ ഒരു ഇതിൽ ചെന്ന് ചാടത്തില്ലെന്നാണ് ബിജു സോപാനം ചെന്ന് പറയാൻ. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കത്തില്ലെന്നാണ് ബിജു സോപാനം പറയുന്നത്. ഇവരെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ റൈറ്റർ സുരേഷ് ബാബുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഉപ്പുമുളകിന്റെ ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സുരേഷ് ബാബുവിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കാണ് എനിക്ക് വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പൊ സുരേഷ് ബാബുവിന്റെ അടുത്ത് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം സുരേഷ് ബാബു ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പുള്ളിക്ക് സത്യം അറിയാം, പക്ഷെ പുള്ളി പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങൾ കാണാം, ഇത് കണ്ടിട്ട് ഞാൻ പറയാം അതിനെ പറ്റിയിട്ട്. അപ്പം അതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഭയങ്കര വിഷയം എടുക്കാതെ ചില അഭിപ്രായ ഭിന്നതകളും ചില ലോകത്ത് എന്താണ് സംഭവിച്ചത് ദീർഘകാലം നടന്നു പോകുന്ന കുടുംബത്തിനകത്ത് അതൊക്കെ ഉള്ളൂ. അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനൊരു വലിയ ക്രൂരമായ ഒരു ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു വിഷയമായിട്ട് കാണാൻ. പക്ഷേ ഭയങ്കര ചർച്ചയായിരുന്നു, എല്ലായിടത്തും ഭയങ്കര ചർച്ചയായിരുന്നു. പല ഫോൺ കോളുകൾ വരുന്നു. ഈ റിയാക്ഷൻ വീഡിയോസിലൊക്കെ ഇത് മാത്രമായിരുന്നു എന്നുള്ളതാണ്. അപ്പം ജനങ്ങൾ ആവശ്യമായിട്ട് അത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വരുമ്പോൾ ഇതിൽ സംസാരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ബാലുച്ചേട്ടനും നീലു ചേച്ചിയുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പം എങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ശ്രീകുമാരേട്ടനും തമ്മിലുണ്ട്. സത്യം എന്താണെന്ന് അറിയില്ല, ആളുകൾക്ക് അറിയില്ല. ഇപ്പം കണ്ണൻചേട്ടൻ കണ്ടിട്ടുള്ള വേർഷൻ എന്തായിരിക്കും? ഇല്ല, ഞാൻ കണ്ടിട്ടുള്ള വേർഷൻ ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. കാര്യം നമ്മൾ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിരുന്നു. ശരി. അപ്പൊ അതൊക്കെ ഞാൻ ഇപ്പൊ ആരെ തെറ്റായിട്ട് തന്നെ കാണുന്നത്. എനിക്ക് തന്നെ ഈ പറഞ്ഞ പോലെ അവർ വരുന്നതും വരാത്തതും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അവരും ചാനലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാനിവിടെ കാര്യം എൻ്റെ ഒരു ലോങ് ഫ്രണ്ട്ഷിപ്പാണ് കാണുന്നത്. അപ്പം ഇതിനിടയ്ക്കാണ് ഈ പ്രൊമോഷൻ. ആ സമയത്ത് അങ്ങനെ അതുകൊണ്ട് തീർത്ത് ഞാൻ അത് പിന്നെ ഒരു താരത്തിൽ ചോദിച്ചു പിന്നെ വഷളാക്കാൻ പോകുന്നത്. പിന്നീട് ഈ ബാലുച്ചേട്ടനോടോ നീൽ ചേച്ചിയോടോ ശ്രീകുട്ടൻ ഏട്ടനോടോ ഒന്നും ചോദിച്ചിട്ടില്ല? ഇല്ല, ബാലുവൊക്കെ അടുത്ത സുഹൃത്താണ്. ബാലുവൊക്കെ അടുത്ത സുഹൃത്ത്. പിന്നെ വിഷയങ്ങൾ എന്താണെന്ന് ഞാൻ അങ്ങനെ ഇത് നമ്മൾ അവരെ മനസ്സിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കുറച്ച് കേസിൽ മത്സരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് ചർച്ച ചെയ്ത് വെറുതെ ആൾക്കാർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. വേറെ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും. കണ്ണൻചേട്ടന്റെ ഒരു വേർഷൻ ഉണ്ടാവുമല്ലോ ഇതിൽ. ബാലു എന്ന ആത്മാർത്ഥ സുഹൃത്ത്, ശ്രീകുടൻ എന്ന സുഹൃത്ത്. അപ്പൊ രണ്ട് സുഹൃത്തുക്കളാണ് ഇങ്ങനെ നിൽക്കുന്നത് കേസിൽ പെട്ടിട്ട്. അല്ലെങ്കിൽ എന്താണെന്നറിയാം, അതിപ്പം നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റിച്ച് ഇതാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ അത്രയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളോട് ചോദിക്കാനുള്ളതാണ്. നമ്മൾ അത്തരം ഉപ്പുമുളകിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സുരേഷ് ബാബു എന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നെടും തൂണാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം സുരേഷ് ബാബു പറയുന്നത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പുള്ളി അതിനകത്തില്ല. പുള്ളി സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് അങ്ങ് പോയി. ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ അങ്ങനെ എന്തോ സംബന്ധിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സൈറ്റ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം പുള്ളി ചുമ്മാ എഴുതി അങ്ങ് വിട്ടം കൊടുത്തു. സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇപ്പം എവിടെയാണെങ്കിലും നമ്മളൊരു എന്ത് സിനിമ ഷൂട്ടിംഗ് ആയിക്കോട്ടെ, ഒരു TV ഷൂട്ടിംഗ് ആയിക്കോട്ടെ, ഇപ്പം സീരിയൽ ഷൂട്ടിംഗ് ആയിക്കോട്ടെ, എന്ത് ഷൂട്ടിംഗ് ആണെങ്കിലും ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഇല്ലാതെ അവിടെ എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം അവിടെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ നിർദ്ദേശപ്രകാരം മാത്രമല്ല. ഇപ്പൊ അവിടെ എന്തെങ്കിലും മാറ്റങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പം ഡയലോഗിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ വേണമല്ലോ. അപ്പൊ പുള്ളി പറയുന്നത് ഞാൻ ആ ലൊക്കേഷനിൽ എന്ത് മനോഹരമായിട്ടാണ് പുള്ളി കള്ളം പറഞ്ഞേക്കുന്നത്. വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഈ ഒരു ചോദ്യം ചോദിക്കത്തില്ലെന്ന് ആദ്യമേ പുള്ളിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉടമ്പടി എടുത്തിട്ട് എങ്ങനെയാ ചോദിച്ചത്. പക്ഷെ അതിൽ പുള്ളി പറയുന്നുണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അപ്പം ഇതിൽ പറയുന്നുണ്ട്. അപ്പം പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട്, അത് ചോദിച്ച സമയത്ത് ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് പിന്നെ കുറച്ചൊന്ന് ഉരുണ്ട് കളിച്ച് ഇതുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് അറിയാം. കാരണം എന്തെങ്കിലും വായിന്ന് വീണ് കഴിഞ്ഞാൽ പോയി. കാരണം പുള്ളിക്ക് അരി മേടിക്കണമല്ലോ. കാരണം അതിനകത്ത് ഓൾറെഡി പറയുന്നുണ്ട്, അതിനകത്ത് ഈഗോയുടെ പ്രശ്നങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇപ്പൊ ഈഗോ പ്രശ്നങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് ബാലു തന്നെ, ഇപ്പം ബിജു സോപാനം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ സെറ്റിൽ ഇങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം സ്ക്രിപ്റ്റിൽ മാറ്റങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് തർക്കങ്ങളും ഇതൊക്കെ ഉണ്ടാവാറുണ്ട്, ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത്. കുറച്ച് സുരേഷ് ബാബുവും ബിജു സോപാനം തമ്മിലിട്ടല്ല, വേറെ ആൾക്കാർ തമ്മിലായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ടെന്ന് ബിജു സോപാനം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആളെ മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് ആളെ പിടിയിട്ടെങ്കിലും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം ഇതുപോലെ സുരേഷ് ബാബു പറയുന്നുണ്ട്, ഞാനും ഈ ബിജു സോപാനുമായിട്ടോ അതുപോലെ ശ്രീകുമാറായിട്ടൊക്കെ നല്ല ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലൊരു ഇന്റർവ്യൂവിൽ വന്നിട്ട് നശിപ്പിക്കണോ എന്ന് വെച്ചാൽ സത്യം ഇതുപോലെ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അല്ലെങ്കിലും പറയത്തില്ല, അത് വേറെ കാര്യം. കാരണം പ്രോഗ്രാമിനെ ബാധിക്കുന്നതാണ്, പിന്നെ പുള്ളിയും ബാധിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ അവിടെ നടന്ന പ്രശ്നങ്ങളും ആർക്കെതിരെയാണ് നടന്ന പ്രശ്നങ്ങളെന്നൊക്കെ ഇതൊക്കെ സംഭവിച്ചതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ പുള്ളി എടുത്ത് കളയും. സ്ക്രിപ്റ്റ് ആയിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വെക്കുമ്പോൾ പുള്ളി അവിടെ നിന്ന് ഒഴിവാക്കും 100% ഉറപ്പാണ്. കാരണം അതുകൊണ്ട് പുള്ളി പറയുന്നുണ്ട് ഇതൊക്കെ ജീവിത പ്രശ്നമാണ്. കാരണം അതല്ല ഫ്രണ്ട്ഷിപ്പ്, അവരെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും. അവരൊക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ് ബിജു സോപാനുമായിട്ടും അതുപോലെ ശ്രീകുമാറായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, അത് ബാധിക്കുന്നു.
പിന്നെ പുള്ളി പറയുന്നുണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് മറ്റുള്ളതെന്ന് അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ കാണാറില്ല. എനിക്ക് എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം എഴുത്തായിരിക്കും, ഊണുമില്ല ഉറക്കവും ഇല്ലാതെയാണ് എഴുതുന്നതെന്നാണ് പുള്ളി പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ്. അവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും എന്ത് പ്രശ്നമാണെങ്കിലും, ഇപ്പം ആദ്യം നീലുമായിട്ടുള്ള ഉഷ സരംഗമായിട്ടുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇപ്പൊ ഇവരെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇനി അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നമായിട്ട് ഇതെല്ലാം സ്ക്രിപ്റ്റ് റൈറ്ററായ സുരേഷ് ബാബുവിന് അറിയാം, എല്ലാം അറിയാം, പക്ഷെ പറയാത്തയാണ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇത്രയും പേര് മാറിയിട്ടും, ഇപ്പം ബിജു സോപാനം മാറി, അതുപോലെ ശ്രീകുമാർ മാറി, ഇപ്പം നിഷ സരംഗ് മാറി, ഇവരെല്ലാം മാറിയിട്ട് തന്നെ ഉപ്പും മുളകും അത്ര പെർഫെക്റ്റ് ആയിട്ട്, അതിലും റേറ്റിംഗിൽ, ഇപ്പം റേറ്റിംഗിന്റെ കാര്യത്തിൽ നോക്കിയാൽ, അതുപോലെ ഇപ്പം പ്രേക്ഷകർ കാണാനായാലും ഇപ്പൊ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴും ആ ഒരു ഒന്നാം സ്ഥാനത്തിലൂടെയാണ് ഉപ്പുമുളകും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്റെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവ് കൊണ്ടാണ് കേട്ടോ. അസാധ്യമായിട്ടാണ് പുള്ളി സ്ക്രിപ്റ്റ് ചെയ്ത് അന്ന് തൊട്ട് ഈ ഒരു എപ്പിസോഡ്, ഒന്നാമത്തെ എപ്പിസോഡ് തൊട്ട് ഇതുവരെ പുള്ളി എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ആദ്യം മറിമായത്തിൽ കുറെ എപ്പിസോഡുകളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസകരമായിട്ടുള്ള സ്ക്രിപ്റ്റുകളൊക്കെ ആയിരുന്നു. അതായത് പുള്ളിയുടെ സ്ക്രിപ്റ്റുകളൊക്കെ അസാധ്യമാണോ, അതിലൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഈ നീലും പാലും ഇല്ലാതെ തന്നെ ആയിട്ടും പഴയതിനേക്കാളും മികച്ച രീതിയിലാണ് ഇപ്പോഴും ഓരോ എപ്പിസോഡും കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു അത് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവ് തന്നെയാണ്. ആ ഒരു മികച്ച രീതിയിൽ ആ ഒരു ഗ്രാഫ് ഇപ്പോഴും ആ ഒരു ഗ്രാഫ് കൺട്രോൾ ചെയ്ത്, അല്ലെങ്കിൽ അതിനേക്കാളും മേലിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോഴും ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ കഴിവിലൂടെ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത്. ആ ഒരു കാര്യത്തിൽ അംഗീകരിച്ചേ പറ്റും. ഈ ഒരു പരാതിയൊക്കെ പറ്റിയിട്ട് ബാലു ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് നിങ്ങളും ജസ്റ്റ് കണ്ടുപോകും. നമ്മൾ ചിന്തിക്കുന്നത്, ഇപ്പം ഞാൻ എന്നെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് പറയാൻ ഇല്ല, എന്നോട് മാത്രമേ പറയാൻ പറ്റൂ, അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന സുഹൃത്തുക്കളോടും എൻ്റെ കുടുംബക്കാരോടും മാത്രമേ പറയാൻ പറ്റൂ. ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഞാനത് പ്രേക്ഷകരെടുത്തോ അല്ലെങ്കിൽ ആരുടെ എന്നെ വിശ്വസിക്കണം, ഞാൻ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അവരോട് അംഗീകരിക്കത്തുമില്ല. അത് നല്ല ഉത്തമ ബോധ്യമുള്ളതാണ് ഞാൻ പറയുന്നത്. വരട്ടെ, ഈ പറയുന്ന മൊബൈലിൽ പിടിച്ചു വച്ചിരിക്കുന്ന അറിയാൻ എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അവർ ഫുൾ ഒരു പരിശോധിക്കല്ലേ. അപ്പം ഇവർ പറഞ്ഞ ആരോപണം മൊബൈലിലുണ്ടോ എന്ന് അറിയട്ടെ. ഇവിടെ ഒരു ചർച്ച നടത്തിയിരുന്നു. പുള്ളി അത്രയ്ക്കും കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത് വിധി വരട്ടെ. കാരണം ഇപ്പം ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ശരിയാണ്, കുറെ പേര് വിശ്വസിക്കത്തില്ല, കുറച്ച് പേര് വിശ്വസിക്കും. അപ്പം എനിക്ക് തോന്നുന്നു ഉപ്പുമുളകും കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പം അവരൊക്കെ ഈ ബാലു എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇതൊക്കെ വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അതിനെതിരെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഞാനിപ്പം ഈ ഒരു പബ്ലിക്കിൽ വന്നിരുന്ന് ഇപ്പം ആ ഒരു വിധി വരാത്ത സ്ഥിതിക്ക് വന്നിരുന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അപ്പൊ വിധി വരട്ടെ, വിധി വന്നു കഴിഞ്ഞിട്ട് അവർ വിശ്വസിക്കട്ടെ. കാരണം ഇവർ മൊബൈലിൽ ചിത്രീകരിച്ച് ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോ മൊബൈലിൽ പകർത്തിയെന്നും അവരെ ഒരു വീഡിയോ മൊബൈലിൽ പകർത്തിയെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു പരാതി പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വിധി വരട്ടെ. വിധി വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് എന്നെ മനസ്സിലാവും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാവും എന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും വിധി വരട്ടെ, ആരാണ് കുറ്റക്കാരെന്നും ആരാ കുറ്റക്കാരല്ലെന്നും വിധി വരട്ടെ. വിധി വന്നതിന് ശേഷം നമുക്ക് നോക്കാം ആരാണ് പരിപാടിക്ക് പുറത്തു പോകേണ്ടതെന്നും ആരാണ് ആ പ്രോഗ്രാമിൽ അകത്ത് വരേണ്ടതെന്നും നമുക്ക് നോക്കാം. പിന്നെ എനിക്ക് എപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബിജു സോപാനം പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ, ഈ പുള്ളിയെ തകർക്കാൻ വേണ്ടിയിട്ട്, പുള്ളിയുടെ വളർച്ച, അവിടെ ഈഗോ പ്രശ്നത്തിൽ പുള്ളിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, പുള്ളിയുടെ വളർച്ച ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പുള്ളിയെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്താന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ശ്രീകുമാറിനെതിരെ എങ്ങനെയാണ് പരാതി വന്നത്? ഇപ്പം രണ്ടുപേർക്കെതിരെയും എങ്ങനെ ഒരുപോലെ പരാതി വന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ആരെങ്കിലും ഒരാളെ തകർക്കാനാണെങ്കിൽ ഒരാൾക്കെതിരെ പരാതി കൊടുത്താൽ പോരെ? രണ്ടുപേർക്കും എതിരെ എങ്ങനെയാണ് പരാതി വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. രണ്ടുപേർക്കും പരാതി പോകത്തക്ക എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്? അപ്പം ഇങ്ങനെയുള്ള ഇതൊന്നും വെളിയിൽ വന്നിട്ടില്ല. അപ്പം എനിക്കതൊരു സംശയമാണ്. അപ്പം പുള്ളിയെ തകർക്കണമെങ്കിൽ പുള്ളിക്ക് മാത്രം പരാതി കൊടുത്താൽ മതിയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഈ ശ്രീകുമാറിനെ എന്തിനെ പിടിച്ചിട്ടേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം പുള്ളി എനിക്ക് ഒരു ഇന്റർവ്യൂവിലും വന്നിരുന്ന് ചുമ്മാ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പുള്ളിയുടെ വൈഫ് സ്നേഹയാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളി മിണ്ടായിരുന്നല്ലാതെ ഇതിനെ പറ്റിയിട്ടൊന്നും പുള്ളി സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് പുള്ളി എന്തിനാണ് ഇതിൽ പിടിച്ചിട്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുള്ളത് കമന്റ് ചെയ്യും. ഇവർ രണ്ടുപേരെയും ഇതിനകത്ത് പിടിച്ചിടാൻ കാര്യം എനിക്കിപ്പം ബിജു സോപാനത്തിന്റെ ആ ഒരു ഇതുമായിട്ടാണ് ഞാൻ ഇപ്പം കൂടുതൽ വീഡിയോ ചെയ്തത്. കാരണം പുള്ളിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ശ്രീകുമാർ എങ്ങനെ കയറിയെന്ന്, ഈ ബിജു സോപാനത്തിന് സപ്പോർട്ടായിട്ട് ഇരുന്നുകൊണ്ട് ഇന്ന് സംസാരിച്ചുകൊണ്ട് ശ്രീകുമാറിന്റെ കൂടെ പേര് വലിച്ചിട്ടാന്നൊന്നും അറിയത്തില്ല. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.